നെക്ലസ് ഇവിടെ വെച്ച് അവളെ കണ്ടെങ്കിൽ അന്ന് തന്നെ എന്തുകൊണ്ട് എന്നെ ഇൻഫോം ചെയ്തില്ല? അത് ഞാൻ പോലീസ് കസ്റ്റഡിയിലായില്ലേ. തമിഴ്നാട് പോലീസിനെ കൈമാറാൻ കേരള പോലീസിന് തോന്നിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നിട്ടും പുറത്തിറങ്ങാൻ രൂപ എത്ര എറിഞ്ഞതെന്നറിയാമോ? സുജാത ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഫ്യൂച്ചർ അപകടത്തില. പോരാത്തതിന് അവളിപ്പോൾ ആ സ്ത്രീ വിമോചനക്കാരുടെ കൂടെയാ. അവർക്കാണെങ്കിൽ ഒരു പ്രശ്നം കിട്ടാനിരിക്കുക. ആരെങ്കിലും ആ പഴയ കേസ് കുത്തിപ്പൊക്കിയാൽ 2 മരണവും നമ്മുടെ പെടലേക്ക് വരും. കമ്മീഷണർ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ. ആ പെണ്ണിനെ നമുക്ക് വേണം, അത്രയല്ലേ ഉള്ളൂ. ഇത്തവണ അവൾക്ക് എന്നെ കബളിപ്പിക്കാൻ സാധിക്കില്ല. ഗുഡ്. നില്ലങ്കെ ബിനോയിയെ കണ്ടപ്പോ നിനക്ക് തലയിട്ടിൽ വന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു മനുഷ്യനെ തള്ളിയിട്ട് കൊല്ലാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? സത്യമായിട്ടും ഞാൻ ആരെയും കൊന്നിട്ടില്ല. നടന്ന എന്താന്ന് ഞാൻ പറയാം. വേണ്ട, ബിനോയ് തന്ന പഴയ തമിഴ് പത്രത്തിൽ നിന്ന് ഞങ്ങൾ വായിച്ചു. പത്രത്തിൽ വരുന്നത് പൂർണ്ണമായി വിശ്വസിക്കണോ സൂപ്രണ്ടേ? നടന്ന എന്താണെന്ന് ഭാഗ്യരേഖ പറയട്ടെ. ഭാഗ്യരേഖ സ്വന്തം പേര് പോലും മറച്ചു വെച്ച ഇവളാണോ സത്യം പറയുന്നത്? ബിനോയ് പറയുന്നത് കേട്ട് നിങ്ങൾ എന്നെ സംശയിക്കരുത്. അയാൾ ഒരു ചതിയനാ. നീയെങ്കിലും അയാളുടെ വലയിൽ വീഴരുത് വസുന്ധര. മതി ഉപദേശിച്ചത്. ബിനോയ് ചതിയനാണെങ്കിൽ ഞാൻ സഹിച്ചു. ഞങ്ങളായിട്ട് പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോവാൻ നോക്ക്. പ്ലീസ്, നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കണം. എന്റെ അനുജത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അയാളുടെ മുറി കയറിയത്. അല്ലാതെ ഈ പത്രത്തിൽ കാണുന്ന പോലെ. എക്സ്ക്യൂസ് മൈ, വി ആർ ഫ്രം CBI. സുജാത മേനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പ്ലീസ് കം. എന്താ പ്രശ്നം? ആ പെൺകുട്ടിയെ ഇറക്കി വിട്. വിട്ടില്ലെങ്കിൽ ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കാതെ മര്യാദയ്ക്ക് മാറിയിരിക്കും. അവന്റെ ഒരു ഡ്യൂട്ടി വാടകയ്ക്ക് ഒരു ഡ്രസ് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. സൂപ്രണ്ടേ, സൂപ്രണ്ടേ, അവന്മാര് കള്ള പോലീസാ. ഭാഗ്യത്തിന് ഇറക്കി വിടറാ.
അതൊക്കെ ശരിയാ. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും സത്യൻ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് ഇയാളോട് കടുത്ത ദേഷ്യം തോന്നി. സത്യൻ തന്നെ അതിന്റെ കാരണം എന്നോട് പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായി. എന്തായിരുന്നു രണ്ടാം വരവിന്റെ ഉദ്ദേശം? ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. കഴിവുള്ള ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് ഞാനെന്ന് സച്ചിദാനന്ദൻ നിങ്ങളോട് പറഞ്ഞെങ്കിലും സത്യം പറഞ്ഞ വരുമാനത്തിന്റെ കാര്യത്തിൽ ഞാനൊരു അവശ്യ കലാകാരനാണ്. സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു പെൺകുട്ടി എന്റെ ജീവിത സഖിയാകണമെന്നത് എന്റെ ഒരു ചിരകാല മോഹമായിരുന്നു. ഡോക്ടറെ ഏൽപ്പിച്ച ദൗത്യമായി ഞാനിവിടെ വരുമ്പോ സോറി എന്റെ മോഹങ്ങളും പൂവണികയായിരുന്നു. യാദൃശികമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഒരു അനാഘ്രാത കുസുമം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പുരുഷ വിദ്വേഷത്തിന്റെ കറ തുടച്ചു മാറ്റി ആ പൂവിനെ സ്വന്തമാക്കാൻ ഈ വണ്ട് ആഗ്രഹിച്ചു പോയി. അതൊരു തെറ്റാ? പൊന്നമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്റെ അസുഖം ഇവൾക്കും വന്ന പൊന്നമ്മ പൊന്നമ്മ എനിക്ക് ഇഷ്ടമാണ്. ഓപ്പറേഷൻ സക്സസ്.